വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ രണ്ടാമത്തെ വ്ളോഗല്ലേ. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു കേട്ടോ. 9th ഒക്കെ കഴിഞ്ഞ എക്സാം എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഇടാൻ നേരം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫ്രീ ആണ്. 2 weeks ഞങ്ങൾക്കുണ്ട് വെക്കേഷൻ. ഈ ഫെബ്രുവരി 11th ക്ലാസ് തുടങ്ങുള്ളൂ, 10th ക്ലാസ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന നേരത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പം എൻ്റെ ഷോക്കേസ് ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തരാം. അതാവുമ്പോൾ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തരാമല്ലോ. അതിൽ എൻ്റെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സൂപ്പറായി കാണിച്ചു തരാം കേട്ടോ. സോ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇറ്റ്സ് മീ സബിന സുബേഷ് ആൻഡ് ഐ എം ഫ്രം തൃശ്ശൂർ ചന്ദ്രാപിനി SN വിദ്യാഭവൻ സ്കൂളിൽ പഠിക്കുകയാണ്. ഇപ്പോൾ 9th കഴിഞ്ഞു. ആൻഡ് ഗൈസ്, ഐ എം ഓൾസോ എ പാഷനേറ്റ് ഡാൻസ്. അപ്പം ഞാൻ നാട്യശ്രീ തൃപ്രയാറിലാണ് പഠിക്കുന്നത്. ടീച്ചറുടെ സ്റ്റുഡൻ്റ് ആണ്. സോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഷോക്കേസ് കാണിച്ചു തരാം. നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം കേട്ടോ ഗായ്സ്. അപ്പോൾ കുറച്ച് മെസ്സായിട്ട് കെടുക്കാം കേട്ടോ ഷോക്കേസ്, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗായ്സ്, ഇതാണ് നമ്മളെ ഷോക്കേസ് കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇവിടെ ഫുള്ള് മിററിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മിറർ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അത് ഞാൻ ലാസ്റ്റ് ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പം നല്ല വെളിച്ചമുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് കുഴപ്പമുള്ളതാണ്, പക്ഷേ എന്താണ് മുകളിലത്തെ വിൻഡോസ് തുറന്നിട്ടേക്കണ ആരും നമുക്ക് കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം ലൈറ്റിംഗ് ഉണ്ട്. രാത്രി ഞാൻ വീഡിയോ എടുത്ത് ഇടാട്ടോ, ലാസ്റ്റ് ക്ലിപ്പിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും നോക്കിയോളൂ. നല്ല രസമാണ് ലൈറ്റ് ഇട്ടിട്ട്. ഞാൻ മറ്റേ നിയോൺ ലൈറ്റ്സ് അച്ഛൻ കൊണ്ടുവന്നിരുന്നു. നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഗ്രാൻഡ് പാരൻസ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഗ്രാൻഡ് പാരൻസ് ആണ്. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. പിന്നെ ഞാൻ വലുതായി അത്യാവശ്യം ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങിയുള്ള അതിൻ്റെ എല്ലാ ട്രോഫികളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയുണ്ട്, രണ്ടെണ്ണം അവിടെ ഉണ്ട്, പിന്നെ വേറെ സ്ഥലത്തുണ്ട്. അവിടെ അപ്പുറത്തെ ഹാളിലുണ്ട് കുറച്ച് വേറെ അധികം. അപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട് ട്രോഫിയൊക്കെ. വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ഇതാണ് എൻ്റെ ഗ്രാൻഡ് പാരൻസ്. ഇതാണ് അച്ഛമ്മയും അച്ഛനും കേട്ടോ. പിന്നെ മുകളിൽ ഇത് അമ്മേൻ്റെയാണ്, അമ്മേൻ്റെയും അച്ഛൻ്റെയും വെഡിങ് ഫോട്ടോ. ആൻഡ് ഇതിൻ്റെ മുകളിൽ പിന്നെ വരുന്നത് ദച്ചുമോനാണ്. ദച്ചുമോൻ മീൻസ് മൈ ബ്രദർ. എനിക്ക് ഒരു സിസ്റ്ററും ഒരു ബ്രദറാണ് ഉള്ളത്. ദെൻ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ ലോട്ടസ് എനിക്ക് നമ്മുടെ ഡാൻസിൻ്റെ കിട്ടിയതാണ്. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇത് അച്ഛൻ്റെ സിസ്റ്ററായിരുന്നു. സോ ഷീ ഈസ് നോട്ട് റൈറ്റ് നൗ. സോ അങ്ങനെ. പിന്നെ ഇത് അച്ഛൻ്റെയും ഞാൻ പറഞ്ഞില്ലേ സിസ്റ്ററിൻ്റെയും ഫോട്ടോ ആണ് കേട്ടോ. അത് ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ അവർ രണ്ടുപേരാണ് ഫസ്റ്റത്തെ 2 ഫോട്ടോസിലുള്ളത്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെറമണി. നോക്കിയപ്പോൾ ഒരു ഓർമ്മയില്ല കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നുള്ളത്. പിന്നെ വന്നിട്ട് ഇതാണ് ഞാൻ. ആരും വിശ്വസിക്കില്ല ഇപ്പോൾ, പണ്ടത്തെ ഞാനായിരുന്നത്. പിന്നെ ഇതെൻ്റെ അംഗനവാടിയിൽ ആദ്യമായിട്ട് പോകുന്ന ദിവസം എടുത്ത ഫോട്ടോ ആണ്. പിന്നെ താഴെ വന്നിട്ട് ഇതാണ് എൻ്റെ സിസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞത്. സിസ്റ്ററിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ കേട്ടോ, ഈ ബ്ലൂ. പിന്നെ ഇത് വീണ്ടും ഇതെൻ്റെ ബർത്ത്ഡേക്ക് കണ്ടെടുത്തതാണ്. ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അന്നൊക്കെ അങ്ങനെയാണല്ലോ, ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെയാണ് അന്നൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. പിന്നെ ഇത് വന്നിട്ട് ദച്ചുമോനാണ്, മൈ ബ്രദർ. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ ഫാമിലി കേട്ടോ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഗ്രാൻഡ് പാരൻ്റ്, അച്ഛമ്മയുണ്ട്, അച്ഛനില്ല. പിന്നെ ആരാ, ഞാൻ സിസ്റ്ററിനെ ബബ്ബു എന്നാട്ടോ വിളിക്കുന്നത് ഞങ്ങൾ. പിന്നെ ദച്ചുമോൻ എൻ്റെ ബ്രദർ. അപ്പോൾ അവരൊക്കെ 7th, പിന്നെ ഒരാൾ ബ്രദർ 2nd സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര് SN തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ. അടിപൊളി ഡെയിലി വ്ളോഗ്സ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ അതുവരേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഷോക്കേസിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയാനായിട്ട് കേട്ടോ. നല്ല രസമില്ലേ. ഇനി ലൈറ്റ് ഇട്ടിട്ട് ഞാൻ നല്ല വെളിച്ചത്തിൽ എടുക്കാം, രാത്രിയും ചെയ്തുതരാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ വീടാണ് കേട്ടോ. അത് കുറേ നാളായിട്ടുള്ള ഫോട്ടോസുകളാണ്, നമ്മളിത് മാറ്റിയിട്ടില്ല. ഓൾമോസ്റ്റ് 30 years പഴക്കമുണ്ട് വീടിന്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഇത് ലൈറ്റ് ഇട്ടിട്ട് കാട്ടിത്തരാം കേട്ടോ. ഇതാണ് ലൈറ്റ്.
ലൈറ്റ്സ് ഇട്ടിട്ടുള്ളൂ. ലുക്ക് നല്ല രസമില്ലേ? ഇപ്പൊ വെളിച്ചത്ത് അധികം ലൈറ്റ്സ് ഇങ്ങോട്ട് ഇതാവണില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് രാത്രി നോക്കാം കേട്ടോ. രാത്രി സൂപ്പർ ആയിരിക്കും. ഇതാണ് ലൈറ്റ് ഇട്ടിട്ടുള്ള ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ, ഇത് ലൈറ്റ്സ് ചെയ്യാൻ. ഇതിപ്പോൾ ചെയ്തല്ല, കുറച്ച് നാളായി. ഞാൻ എൻ്റെ കഴിഞ്ഞ വെക്കേഷൻ എന്തോ ചെയ്തിട്ടുള്ളതാണ്. നിയോൺ ലൈറ്റ്സ് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ കൊണ്ടുവന്നിട്ട് കുറേ കൊല്ലമായി. പിന്നെ യൂസ് ചെയ്യണത് ഇപ്പം അടുത്താണ്. അങ്ങനെ അപ്പോൾ ഗൈസ്, ഇനി അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം തന്നെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ. കേസിൻ്റെ വ്യൂ നല്ല രസമുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വ്ളോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്ലീസ് ഷെയർ, എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. ബൈ.